ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കങ്ങനെ ശിവനെ മറക്കാൻ പറ്റില്ല. അതിന് കാരണം ശിവൻ എന്റെ കഴുത്ത് കെട്ടി താലിയ. അതില് അബൂബക്കറും വന്നു ചേർന്നു. അയാളുടെ മകനെ കൊന്നു കുഴിച്ചിടാൻ സഹായിച്ച ഒരാളെ അയാൾ വെറുതെ വിടൂ? മോളെ, നീ ചിന്തിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അവനൊരു ആപത്തും വന്നിട്ടുണ്ടാവില്ല. നന്മയും സ്നേഹവും ഉള്ളവനാ വിഷ്ണു. അവൻ തിരിച്ചു വരും, എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ട് എവിടെ? നോക്കാവുന്നിടത്തും ചെന്നെത്താവുന്ന സ്ഥലങ്ങളിൽ നോക്കി വിഷമിച്ച് നിൽക്കാ ഞാൻ. ഈശ്വര, എനിക്കറിയില്ല ഈശ്വര, ഈ വിഷ്ണുവേട്ടൻ ഇത് എവിടെ പോയിരിക്കുക? നിങ്ങൾ തമ്മിലുള്ള അടുപ്പം ഏത് രീതിയിലുള്ളതാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അവന് വേണ്ടി നിന്റെ കണ്ണീന്ന് വന്ന കണ്ണീര് കണ്ടതുകൊണ്ട് പറയാണ്, പ്രാർത്ഥിക്ക്. ഞങ്ങൾക്കൊപ്പം അവന് വേണ്ടി പ്രാർത്ഥിക്ക്. ഞാനീ നിൽക്കുന്നത് എന്റെ ഈശ്വരന്മാരുടെ ഉറപ്പിലാണ്. ഡോക്ടറെ, ഓപ്പറേഷൻ സക്സസ് ആണ്. ഈശ്വര, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈശ്വരൻ കേട്ടു എന്ന് തന്നെ പറയാം. ഞാൻ തന്ന വാക്ക് പാലിച്ചു. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശിവനെ കൊണ്ട് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വം മഹേന്ദ്രനുള്ളതാ. അതെന്താണെന്ന് വെച്ചാൽ ഈ ഹൃദയ സംബന്ധമായ അതെല്ലാം ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. കൃത്യമായിട്ടുള്ള മരുന്ന്, എക്സർസൈസ്, അതെല്ലാം ഞാൻ വേണ്ടതുപോലെ ചെയ്യിച്ചോളാം. ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഡോക്ടർക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറുടെ ക്യാമ്പിലേക്ക് വരാം. അതുപോലെ മതി. എന്നാ പിന്നെ പറഞ്ഞ പോലെ. ഡെയ്സി, ശിവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് മാത്രമല്ല നിനക്കും കൂടി അവകാശപ്പെട്ടതാ. പക്ഷേ
നിങ്ങളുടെ ഈ ബന്ധത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കാനുള്ള വിവേകം നിന്റെ മാതാപിതാക്കൾക്കില്ല. ഈ ബന്ധം അവരൊരിക്കലും സമ്മതിച്ചു തരികയില്ല. എന്നെയും എന്റെ മകനെയും ഇത്രയും വെറുക്കുന്ന ഒരു കുടുംബവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ എനിക്കും താല്പര്യമില്ല. എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും സത്യത്തിൽ മടുത്തു. അതുകൊണ്ടാ മോളെ പറയുന്നത്, മനസ്സിൽ കുറിച്ചിട്ട സത്യങ്ങൾ മായ്ച്ചു കളയാൻ പറ്റുന്നതാണെങ്കിൽ അതങ്ങ് മായ്ച്ചു കളഞ്ഞേക്ക്. എന്തിനാ വെറുതെ വീട്ടുകാരെ തമ്മിൽ അടിപ്പിച്ച് നാട്ടുകാരെ കൊണ്ട് അതും ഇതുമൊക്കെ പറയിക്കുന്നേ? അതുകൊണ്ട് എല്ലാം കഴിയുമെങ്കിൽ അങ്ങ് മറന്നേക്ക്. എനിക്കങ്ങനെ ശിവനെ മറക്കാൻ പറ്റില്ല. അതിന് കാരണം ശിവൻ എന്റെ കഴുത്ത് കെട്ടി താലിയാ. താലിയോ? അതെ, ഇത് ശിവൻ കെട്ടിയ താലിയാ. ഈ താലി എന്റെ കഴുത്തിൽ കിടക്കുന്ന കാലത്തോളം ശിവനെ വിട്ട് എനിക്ക് എങ്ങോട്ടും പോകാനാവില്ല. മഹേട്ടാ, ശിവൻ വേലായുധനെ പോലീസ് പിടിച്ചപ്പോൾ ആ ബോഡി കണ്ടെത്താനായിട്ട് വിഷ്ണു കമലനെയും കൂട്ടി ഒരു ശ്രമം നടത്തി. മാഡം ഉണ്ട്, പക്ഷെ ഇന്ന് 1-2 മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് എപ്പോ ഫ്രീ ആവുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഞാൻ നോക്കിയിട്ട് പറയാം. ശരി. എനിക്ക് ശാലിനി മാഡത്തെ ഒന്ന് കാണണമായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതിയോ? മാഡം ഒരു വീഡിയോ കോൺഫറൻസിലായിരുന്നു. അല്ല, ഇത് നേരിട്ട് പറയാനുള്ളതാ. ശരി, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ ഹലോ. മാഡം, കമലൻ മാഡത്തിനെ കാണണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. കയറി വരാൻ പറ. പിന്നെ വേറെ ആരെയും അകത്തേക്ക് കയറ്റി വിടരുത്. ഇല്ല മാഡം.